മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ആറാട്ട് സിനിമയ്ക്ക് റിവ്യൂ എടുത്ത സമയത്ത് പുറത്ത് കണ്ട ഭയങ്കര മോശം പറഞ്ഞു. ഇപ്പൊ ഏറ്റവും വലിയ കോമാളി ഞാനാണ്. കോമാളത്തെ മണിപ്പൂരും കാണിച്ചിട്ടില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഞാൻ പറഞ്ഞ പല കാര്യം വീഡിയോ വളച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു വളരെ മോശം ഇമേജ് ആണ് കോമാളി. അങ്ങനെ ശരിക്കും അങ്ങനത്തെ പ്രശ്നം അല്ലാതെ എനിക്കറിയാം. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ശരിക്കും ജീവൻ കൊടുക്കാൻ ഇല്ല, ഞാൻ പറയാത്ത കാര്യം ഇട്ടിട്ടുണ്ട് ആൾക്കാരാണ്. ശരിക്കും ജീവൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പല വ്യാജമായിട്ട് പറഞ്ഞു, ചിലത് ഞാൻ പറഞ്ഞിട്ടില്ല. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഒന്നും പറയാതെ ആരും ഓൺലൈൻ മീഡിയാസിൽ ഇടത്തില്ല. ഇപ്പം ഒരു നടി ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ വളച്ചൊടിച്ചു. അത് വളച്ചൊടിക്കുന്നത് ഇവര് പറഞ്ഞിട്ടാണ് വളച്ചൊടിക്കുന്നത്. ഡ്രസ്സല്ലേ, ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എന്റെ കൂടെ പഠിച്ച ഒരു ആക്ടർ എന്നെ കുറിച്ച് വീഡിയോയിൽ പറഞ്ഞു. ആക്ടറാ. ആ ആക്ടർ പറഞ്ഞു ഇവൻ എന്നെ കൂടെ പഠിച്ചാണ്, കലയാണ്, ബുദ്ധിയാണെന്ന് പറഞ്ഞു. മീഡിയ ആയിട്ട് എന്താ അറിയാം, ആ ആക്ടർ പറഞ്ഞു ആറാട്ടൻ പണ്ടേ കോഴിയാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ പറയാത്ത പല കാര്യം വളച്ചു എല്ലാരും പറയില്ലേ, പലതും മീഡിയ വളച്ചു കൊടുച്ചാൽ ഇവർ കാണും. ഒരു ആക്ട്രസ് വേറെ ആളെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നടന്മാർക്കും കൈ കൊടുക്കും, നടിമാർക്കും കൈ കൊടുക്കും. നടിമാർക്ക് കൈ കൊടുക്കുന്ന മാത്രമേ വരും. നടന്മാർക്ക് കൈ കൊടുത്താൽ കൊടുത്തോടനെ വലിക്കും, നടന്മാർക്ക് കൊടുത്താൽ വലിക്കാറില്ല. അങ്ങനെയില്ല. എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല. ഞാൻ ഒരു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോ ഒരു ആക്ട്രസ് ഞാനൊരു കാര്യം പറയാം, താങ്കളൊരു നിഷ്കളങ്കനാ. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ 100 കണക്കിന് ആളുകൾ ഉണ്ടാവും. പിന്നെ അയ്യോ ഇവൻ അതായി ഇവൻ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. കറക്റ്റ് ആണല്ലേ? ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ കുഴപ്പം ഭയങ്കര തെരുവിളിയാണ്. കമന്റ്സിലാണ് എവിടെയും കേൾക്കേണ്ട തെരുവിളിയാണ്. പിന്നെ സാഡിസം, വേദനിപ്പിച്ച് എൻജോയ് ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രശ്നം. തെരുവിളി കിട്ടണമെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കിയാൽ മതി. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. താങ്കൾ പറയും 1 അപരാധം, 2 കോമാളിത്തരം, 3 അഡൾട്ടറി. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ? അതാ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.